കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് എൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറയുന്നത്. ഞാൻ നീട്ടിയോ, നീണ്ടുപോയോ? അല്ലെ, ഞാൻ ആ ഫ്ലോ ആലോചിക്കുമായിരുന്നു. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ആങ്കർ തന്നെയാണ്, പക്ഷെ ഞാൻ വളരെ മുറിച്ച ആ സമയമൊക്കെ എടുത്ത് കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഇടയിൽ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി. അതൊരു കാര്യം പറയട്ടെ, ഈ ശരിക്കും ഞാൻ പത്തനംതിട്ടയിലാണ് ജനിച്ചത്, വളർന്നത് കോട്ടയത്താണ്. അച്ഛൻ്റെ അമ്മയുടെ വീട് പത്തനംതിട്ടയും കോട്ടയമാണ്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്വിച്ച് ഇടുവോ എന്നൊക്കെ എന്നോട് കുട്ടിക്കാലം തൊട്ടേ കളിയാക്കാറുണ്ട് എന്നെ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഈ ന്യൂസ് ഫ്ലോറിൽ എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റും. അപ്പോൾ PCR നിന്ന് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടറിലാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അൻസു ഒക്കെ പറയും, ചേച്ചി ഒന്ന് പറഞ്ഞു നിൽക്കണേ, കാരണം അടുത്ത ആളെ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ചേച്ചിക്ക് ഈ പറഞ്ഞു നിൽക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ്. എത്ര നേരം വേണമെങ്കിലും ഫില്ല് ചെയ്താൽ. പക്ഷെ ആ ഒരു സംഭവം സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കിട്ടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു ഭാഷ എന്ന് പറയുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഭാഷ എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് സ്വായത്തമാക്കിയെടുത്തത്? അത് പത്രം വായിക്കുക, അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് ഞാൻ പറയുന്നത്. അച്ഛനില്ല, അച്ഛനാണ് എന്നെ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. കാരണം അച്ഛനാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മ 5ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. അപ്പോൾ അച്ഛനാണ് അതിനുശേഷം എന്നെ വളർത്തിയത്. മറ്റൊരു വിവാഹമൊക്കെ, അതായത് അത്രയും ചെറുപ്പത്തിലൊക്കെ ഒരാൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. എൻ്റെ അച്ഛനും ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തീരെ ചെറുതാണ്, 5-6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അച്ഛൻ എന്നെ വളർത്തുക, എന്നെ ഒരു മികച്ച നിലയിൽ എത്തിക്കുക എന്നൊരാഗ്രഹമായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് കുറച്ചെങ്കിലും നിറവേറ്റാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത് കാണാൻ അച്ഛനില്ല എങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ ഭോപ്പാലിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു പോയില്ല. പിന്നെ നാട്ടില് കൃഷിയൊക്കെ ആയിരുന്നു. പിന്നീട് എന്നെ വളർത്തലായിരുന്നു പ്രധാന ജോലി. അപ്പൊ കൃഷി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് എന്നെ വളർത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കുമല്ലോ, കറികളൊക്കെ. അപ്പോൾ ഈ അങ്ങനെ 2-3 കറികളൊക്കെ ഉണ്ടാക്കി തന്നോട് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി. അപ്പോൾ ഈ ഷെയറിംഗ് എന്ന് പറയുന്നതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഭക്ഷണം ആയാലും എല്ലാവരുമായിട്ടും പങ്കിട്ട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ മരിക്കുന്നത് വരെ ആ ഒരു രീതിയായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ അച്ഛൻ പഠിപ്പിച്ച കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പുസ്തകം വായിക്കുക, ഉറക്ക വായിക്കാൻ പറയുമായിരുന്നു. കാരണം അച്ഛൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമായിരിക്കും. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ വീട്ടില്. എനിക്ക് വേറെ സിബ്ലിങ്സ് ഇല്ല, ഒറ്റ മോളാണ്. അതും ഒരു അൺനോൺ ഫാക്ട് ആയിരിക്കും അല്ലേ? അതെ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാം, ഞാനൊരു ഒറ്റ മോളാണ്. അടിപൊളി. അപ്പൊ ഒറ്റ മക്കൾ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒറ്റ മോളാണ്. വേണമെങ്കിൽ ഒരു അനിയനൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ, പക്ഷെ സമ്മതിച്ചില്ല. അച്ഛൻ മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല അമ്മ മരിച്ചതിന് ശേഷം. അമ്മ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അച്ഛനപ്പോൾ അടുക്കളയിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പറമ്പിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്നെയും കൊച്ചായിരിക്കുമ്പോഴേ കൊണ്ടുപോകും. അപ്പം അവിടെ വെച്ച് ഈ പുസ്തകമൊക്കെ ഉറക്ക വായിപ്പിക്കും. അതിനിടയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വായിക്കുമ്പം ഇംഗ്ലീഷൊക്കെയാണ് ഉറക്ക വായിക്കുന്നതെങ്കിൽ അറിയാമല്ലോ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പലതിൻ്റെയും പ്രൊനൗൺസിയേഷനൊക്കെ വളരെ തെറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ അച്ഛൻ പറഞ്ഞു തരും. അങ്ങനെ എനിക്ക് വേറെ ട്യൂഷൻ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അച്ഛനായിരുന്നു പഠിപ്പിക്കുന്നത്. കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് അതെ, അച്ഛനാണ്. അപ്പോൾ ഈ ഭാഷ അത് നന്നായിട്ട് തന്നെ ഉച്ചരിച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം ഈ ഭാഷ എന്ന് പറയുന്നതിന് പോലും ഭാഷ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ, അതായത് ഞാൻ ഡിഗ്രി വരെ പഠിച്ചത് കോട്ടയത്താണ്. അപ്പോൾ അവിടെ ഈ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഭാഷ, ഭ എന്ന് തന്നെ ഉച്ചരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതൊക്കെ ഗുണമായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ തുടങ്ങി വെച്ചു. അതിന് അച്ഛന് ശേഷം ഭർത്താവായാലും ആ സപ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ചുറ്റും അതിൽ ഞാൻ വളരെ ലക്കിയാണ്. എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതേക്കുറിച്ച് എല്ലാവരും പറയും. നമുക്ക് ഈ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറഞ്ഞു, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം അമ്മയില്ല അങ്ങനെ, പക്ഷെ ഞാൻ അതിലല്ല. ഞാൻ അച്ഛനുണ്ട്,
അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നില്ല എന്നുള്ളത് വെച്ച് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അച്ഛനുണ്ട്, അച്ഛനാണ് എന്നെ വളർത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഭർത്താവുണ്ട്, അച്ഛൻ മരിച്ചു, അച്ഛനും അമ്മയും ഇല്ല. ആ ഇല്ലായ്മയെ കുറിച്ചല്ല, എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ കരിയറിലായാലും അതെ, എന്തുണ്ട് അല്ലെങ്കിൽ എന്തിനി ഉണ്ടാക്കിയെടുക്കാം, എന്തിലേക്ക് ഇനി പോകാം, അതാണ് എപ്പോഴും എൻ്റെ ഫോക്കസ്. അത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ സമയത്ത് തന്നെ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ട്രോളുകൾ വരുന്നു, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ സുജയ വേറൊരു രീതിയിലാണ് ഇതിനെ മൊത്തം കൺസീവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ട്രോളന്മാരെ ഇഷ്ടമാണ്. ഞാൻ ഈ ട്രോളൊക്കെ വായിക്കാറുണ്ട്, എല്ലാ ട്രോളും വായിക്കും. ട്രോളൊക്കെ മിക്കവാറും ആരെങ്കിലും അയച്ചു തരുമല്ലോ. അപ്പോൾ ട്രോൾ ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോൾ ആലോചിക്കും, ഇതൊക്കെ കണ്ട് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കുറച്ച് പേരെങ്കിലും ചിരിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് എഴുതുന്നത് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു. ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്? കമന്റ്സ് വായിക്കും, എല്ലാം വായിക്കാറുണ്ട്, കമന്റ്സ് വായിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ ഫേസ്ബുക്കിലൊക്കെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്ട്സ് വരും, അല്ലെങ്കിൽ മറ്റ് ഇതിന്റെയൊക്കെ കട്ട്സ് വരും, അതിനിടയിലൊക്കെ കമന്റ്സ് വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ്, അതാണല്ലോ ഇപ്പൊ ചർച്ചാ വിഷയം. ഇപ്പൊ എന്നെ വിളിക്കാനുള്ള ഒരു കാരണം അതാണല്ലോ. അപ്പൊ അതിലെ എന്തെങ്കിലും ഒന്ന് അറിയാതെ പറഞ്ഞു പോയി, അതെങ്ങാനും അബദ്ധത്തിൽ തഗ്ഗായി പോയി കഴിഞ്ഞാൽ, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്, തഗ്. അപ്പൊ അങ്ങനെ തഗ്ഗായി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ടങ്ങ് ട്രോളന്മാർക്ക് ചാകര എന്ന് പറഞ്ഞു വീണ്ടും അവളെത്തി എന്നുള്ള വീട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ, അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും, അതും ചിലപ്പോൾ തമാശയാവും, പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട്. ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഇത്രയും ചിരിച്ചില്ലേ? അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ്, നമ്മളിപ്പോൾ എന്റർടൈൻമെന്റ് ആങ്കർ, ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറി തന്നെയാണ് പോകുന്നത്. ജേർണലിസ്റ്റുകൾ പൊതുവെ വളരെ സീരിയസ് ആയിട്ട് നിന്ന്, ഇനിയിപ്പോ ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിരിക്കില്ല. അതാണ് ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു കാറ്റ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആണും പെണ്ണും ആയതുകൊണ്ട് കാറ്റ് ഫൈറ്റ്. ഡോക്ടർ അരുൺ, ഞങ്ങള് ടോം ആൻഡ് ജെറി, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ്, രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എഗെയിൻ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട്. അല്ല, ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എവിടെയോ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹവും കൂടി എനിക്ക് ഫീൽ ചെയ്യാം. എവിടെയോ അല്ല, ശരിക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 24ലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ, ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ. അതെ, കാരണം നമുക്കൊരു അപ്പുറത്തൊരാളുണ്ടെങ്കിൽ, ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അപ്പുറത്തൊരാളുണ്ടെങ്കിൽ ആ ആക്ഷന് റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ്. തിരിച്ചും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ഇന്റർവ്യൂവിന് ഡോക്ടർ അരുണിനെ വിളിക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും, ഞങ്ങളുടെ MD ആൻഡ്രോ സാറും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അയ്യൂരും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ്. ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഷോയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു.